വെൽക്കം ടു മൈ ചാനൽ. ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തക്കാളി ചോറ് കഴിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കതിൻ്റെ റെസിപ്പി ഇടാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്, തക്കാളി ചോറ്. അപ്പം അതിന് ഫസ്റ്റ് നമുക്ക് ഒരു തക്കാളി 2 പച്ചമുളക്, പിന്നെ കുറച്ച് അല്ലി വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി ക്യാരറ്റ്, പിന്നെ സവാള, ഇത് 3 നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നേരത്തെ അരിഞ്ഞ് വെച്ചാൽ നമുക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. അത് നിങ്ങൾക്ക് എരിവ് ആവശ്യത്തിന്, നിങ്ങൾക്ക് ഒത്തിരി എരിവ് ഇഷ്ടമാണെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല വേണം. ഞാൻ 1 സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയാണ് നമുക്ക് പൊടികളായിട്ട് വേണ്ടത്. ഇനി പാൻ ചൂടാക്കാം, നയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അധികമൊന്നുമില്ല, നമുക്കിത് ജസ്റ്റ് വഴറ്റിയെടുക്കാൻ പറ്റുന്ന അത്ര എണ്ണ മതി കേട്ടോ. ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കടുക് ഇടാം. കടുക് നമ്മൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. എനിക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ വെളുത്തുള്ളിയും മുളകും ഇട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായാൽ മതി. നമുക്ക് ചോറിൻ്റെ കൂടെ വെളുത്തുള്ളി കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അങ്ങനെ ചെറുതായിട്ട് നമ്മൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് തക്കാളിയും ഉള്ളിയും ഇടാം. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ വഴട്ടണ്ട, ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. എന്നിട്ട് അതിലോട്ട് ചെറുതായിട്ട് ഉപ്പിടുക. ഉപ്പിടുമ്പം പുളിയൊക്കെ ഉണ്ടാവുക ഉള്ളിയിലും തക്കാളിയിലും ഒക്കെ. ചെറുതായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ച പൊടികൾ മൊത്തം അതിനകത്ത് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്താ പറയുക, നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുകയെന്ന് അറിയത്തില്ലേ, പച്ചമണം മാറുന്നത് എനിക്ക് സത്യമായിട്ട് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല എങ്ങനെയാണെന്ന്. പക്ഷേ ഞാൻ കുറച്ച് നേരം നന്നായിട്ട് ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇടാറുണ്ട്. എനിക്ക് പച്ചമണം മാറുന്നത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറ്. എന്നിട്ട് നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. അത് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അങ്ങ് തിളപ്പിക്കാം. കുറച്ച് വെച്ച് പതിയെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലോണം തിളപ്പിക്കാം. നല്ലോണം തിളച്ചാണ്ട് വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ചത് വറ്റണം കേട്ടോ. വെള്ളം മൊത്തം വറ്റിയിട്ട് ഡ്രൈ ആവണം. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം. കാരണം നമ്മൾ പൊടികളൊക്കെ ഇട്ടുകൊണ്ട് ഉപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചോറ് നമുക്കതിലേക്ക് ഇടാം. ഏത് ടൈപ്പ് ഓഫ് അരിയോ ചോറോ ആയാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂത്ത് കരിഞ്ഞിട്ട് പോവും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ മിക്സ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഒപ്പി വെക്കണം കുറച്ച് നേരം. അപ്പോൾ ഇങ്ങനെ ആവി വരില്ലേ, ആവി വന്ന് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റുക. ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതങ്ങോട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇച്ചിരി വൻപയറോ എൻ്റെ പേര് എനിക്കറിയില്ല, അതും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അച്ചാറുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ അച്ചാറില്ല. അടിപൊളിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആക്ച്വലി ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളല്ല ഇത്. ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും തോന്നുവാണെങ്കിൽ മാത്രം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് തോന്നും. കാരണം ഞാൻ എപ്പോഴും കഴിക്കാത്തതുകൊണ്ട് വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ടേസ്റ്റ് തോന്നും. ആ ചോറും ആ തോരനോടും ഇങ്ങനെ പുരട്ടി കഴിക്കണം. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ പാത്രം മൊത്തം കാലിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നത് മൊത്തം ഞാൻ കഴിച്ചതാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.